ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡിഫറൻസ് പോയിൻറ്റിൻ്റെ മീനിങ്ങും ഇൻഡിഫറൻസ് പോയിൻറ്റിൻ്റെ കമ്പ്യൂട്ടേഷനുമാണ്. എ കോസ്റ്റ് ഇൻഡിഫറൻസ് പോയിൻറ്റ് ഈസ് ദ പോയിൻറ്റ് അറ്റ് വിച്ച് ടോട്ടൽ കോസ്റ്റ് ഓഫ് ടു ഓൾട്ടർനേറ്റീവ്സ് ഈസ് സെയിം. ടോട്ടൽ കോസ്റ്റ്, രണ്ട് ഓൾട്ടർനേറ്റീവ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് പ്ലസ് വേരിയബിൾ എന്ന് പറയുന്ന കോസ്റ്റ് സെയിം ആവുന്ന പോയിൻ്റാണ് ഇൻഡിഫറൻസ് പോയിൻറ്റ്. ഇപ്പം എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലും സെയിം ആണ് ടോട്ടൽ കോസ്റ്റ് എങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ രണ്ട് പ്രൊഡക്ട്സും ഇൻഡിഫറൻസ് പോയിന്റിലാന്ന് പറയും. അതുപോലെ ഇത് പ്രൊഡക്ട്സിൻ്റെ കേസ് മാത്രമല്ല, മെത്തേഡ് ഓഫ് പ്രൊഡക്ഷന് എ എന്ന് പറയുന്ന രീതിയിൽ കൂടെ പ്രൊഡ്യൂസ് ചെയ്താലും ബി എന്ന് പറയുന്ന രീതിയിൽ കൂടെ പ്രൊഡ്യൂസ് ചെയ്താലും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ സെയിം ആണെങ്കിൽ ആ രണ്ട് മെത്തേഡ്സും കോസ്റ്റ് ഇൻഡിഫറൻസ് പോയിന്റിലാന്ന് പറയും. എ കമ്പനി മേ ഹാവ് ടു മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. One method is suitable up to a certain level of production. Alternative method is suitable beyond that level. ഓക്കെ, ഒരു പോയിന്റിൽ രണ്ട് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനും സെയിം കോസ്റ്റ് ആണെങ്കിൽ അത് കോസ്റ്റ് ഇൻഡിഫറൻസ് പോയിന്റിലാണ്. ആ പോയിന്റിന് മുകളിലോട്ട് ഒരു മെത്തേഡായിരിക്കും സ്യൂട്ടബിൾ, അതിന് താഴോട്ട് മറ്റൊരു മെത്തേഡായിരിക്കും സ്യൂട്ടബിൾ. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും ഈ പോയിന്റ്. ഓക്കെ, എനിവേ കോസ്റ്റ് ഇൻഡിഫറൻസ് പോയിന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ് എ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ് ബി. എയുടെ കോസ്റ്റ് ബിയുടെ കോസ്റ്റിനോട് ഈക്വൽ ആകുന്ന ആ ഒരു പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി പ്യുവർ ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ഇൻഡിഫറൻസ് പോയിന്റ് ഈസ് ഈക്വൽ ടു ഡിഫറൻഷ്യൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഡിഫറൻഷ്യൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. രണ്ട് മെത്തേഡിൻ്റെയും ഫിക്സഡ് കോസ്റ്റിൻ്റെ ഡിഫറൻസും വേരിയബിൾ കോസ്റ്റിൻ്റെ ഡിഫറൻസും കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് ഇൻഡിഫറൻസ് പോയിന്റ് കിട്ടും. അപ്പോൾ കോസ്റ്റ് ഇൻഡിഫറൻസ് പോയിന്റ് ക്ലിയർ ആയെന്ന് തോന്നുന്നു. രണ്ട് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് ഈക്വലായി വരുന്ന പോയിൻ്റാണ് കോസ്റ്റ് ഇൻഡിഫറൻസ് പോയിന്റ്. അതൊരു സർട്ടിൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴായിരിക്കും അങ്ങനെ രണ്ട് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ്റെയും കോസ്റ്റ് ഈക്വലായിട്ട് വരുന്നത്. ഇനി ആ ഒരു കോസ്റ്റ് ഇൻഡിഫറൻസ് പോയിൻറ്റിന് മുകളിലോട്ട് ഒരു മെത്തേഡായിരിക്കും സ്യൂട്ടബിൾ, താഴോട്ട് മറ്റൊരു മെത്തേഡായിരിക്കും സ്യൂട്ടബിൾ. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഡിഫറൻഷ്യൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പനി ഹാസ് എ പ്രൊജക്ട് ടു ഇൻസ്റ്റാൾ എ ന്യൂ മെഷീൻ എക്സ്ക്ലൂസീവ്ലി ഫോർ ദ മാനുഫാക്ചർ ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് ഗുഡ് ഡിമാൻഡ് ആൻഡ് റീസണബിളി ഹൈ മാർജിൻ. മാക്സിമം പോസിബിൾ ആനുവൽ സെയിൽസ് മേ നോട്ട് എക്സീഡ് ₹50 lakh ആൻഡ് ഇഫ് ദെയർ ഈസ് കോമ്പറ്റീഷൻ ഇറ്റ് മേ ഫാൾ കൺസിഡറബിളി. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഈസ് ₹10. 10 രൂപയാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കമ്പനി ഹാസ് ഒബ്റ്റെയിൻഡ് കൊട്ടേഷൻ ആൻഡ് ഷോർട്ട് ലിസ്റ്റഡ് 2 offers ഫോർ ദ ന്യൂ മെഷീൻ. ഓക്കെ, 2 ഓഫറാണ് നമുക്ക് കിട്ടിയത് മെഷീന് വേണ്ടി. ഓക്കെ, M1 എന്ന് പറയുന്നതും M2 എന്ന് പറയുന്നതും. M1 എന്ന് പറയുന്ന മെഷീനാണേലും M2 എന്ന് പറയുന്ന മെഷീനാണെങ്കിലും പോസിബിൾ പ്രൊഡക്ഷൻ 50 lakh തന്നെയാണ്. ഓക്കെ, ഫിക്സഡ് കോസ്റ്റിൽ വ്യത്യാസമുണ്ട്. M1ന് 5 lakhും M2ന് 8 lakhും. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിനും വ്യത്യാസമുണ്ട്. M1ന് 5, M2ന് 3. PV റേഷ്യോ M1ന് 40%, M2ന് 50%. നമ്മൾ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം, സെയിം പ്രോഫിറ്റിലെത്തുന്ന സെയിൽസ് അതായത് ഇൻഡിഫറൻസ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം, റേഞ്ച് ഓഫ് സെയിൽസ് ഓവർ വിച്ച് വൺ മോഡൽ ഈസ് ബെറ്റർ ദാൻ അനദർ. എവിടം വരെയാണ് M1 സ്യൂട്ടബിൾ, ഏത് എമൗണ്ട് ഓഫ് സെയിൽസിനാണ് M2 സ്യൂട്ടബിൾ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാം. ബ്രേക്ക് ഈവൻ പോയിന്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഓക്കെ, M1ൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് എത്രയാണ്? M1ൻ്റെ ഫിക്സഡ് കോസ്റ്റ് 5 lakh, PV റേഷ്യോ 40%. അപ്പോൾ M1ൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് 12,50,000. M2ൻ്റെയോ 8 lakh ഡിവൈഡഡ് ബൈ 50% എന്ന് പറയുമ്പം 16 lakh ആണ് M2ൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇൻഡിഫറൻസ് പോയിന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻഡിഫറൻസ് പോയിന്റ് എന്താണ്? ഡിഫറൻഷ്യൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഡിഫറൻഷ്യൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ഡിഫറൻഷ്യൽ ഫിക്സഡ് കോസ്റ്റ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാം. M1ൻ്റെ M2ൻ്റെ ഫിക്സഡ് കോസ്റ്റ് ഡിഫറൻ്റ് ആണ്, 5 lakhും 8 lakhും. അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 3 lakh. ഓക്കെ, അപ്പോൾ ഇൻഡിഫറൻസ് പോയിന്റ് ഈസ് ഈക്വൽ ടു ഡിഫറൻഷ്യൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഡിഫറൻഷ്യൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. 3 lakh ആണ് ഡിഫറൻഷ്യൽ ഫിക്സഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് 5ഉം 3ഉം ആയിരുന്നു. അതിൻ്റെ ഡിഫറൻസ് 2. 3 lakh ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 1,15,000 യൂണിറ്റ്സ് ആണ്. അത്രയും യൂണിറ്റ്സ് വിൽക്കുമ്പോഴാണ് നമ്മൾ M1 ആയാലും M2 ആണെങ്കിലും കോസ്റ്റ് സെയിം ആകുന്ന ആ ഒരു ഇൻഡിഫറൻസ് പോയിന്റിൽ എത്തുന്നത്.
സെയിൽസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്, യൂണിറ്റ്സ് കണ്ടുപിടിക്കാനല്ല. സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി സെല്ലിംഗ് പ്രൈസ് 10 തന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് എത്രയാണ്? 1,50,000 യൂണിറ്റ്സ് ഇൻറ്റു 10, 15 lakh റുപ്പീസിൻ്റെ സെയിൽസ് നടക്കുമ്പോഴാണ് ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും സെയിം കോസ്റ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ഇൻഡിഫറൻസ് പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഏത് പോയിൻ്റ് വരെയാണ് M1 സ്യൂട്ടബിൾ, ഏത് പോയിൻ്റ് വരെയാണ് M2 സ്യൂട്ടബിൾ. നമ്മുടെ ഇൻഡിഫറൻസ് പോയിൻ്റ് രണ്ടും ഈക്വലായിട്ട് വരുന്ന പോയിൻ്റ് 15 lakh ആണ്. സോ അതിന് താഴോട്ട്, അതായത് 15 lakhൽ താഴെയാണ് നമ്മുടെ സെയിൽസ് എങ്കിൽ M1 ആയിരിക്കും സ്യൂട്ടബിൾ. കാരണം നിങ്ങൾ നോക്കിയാൽ മതി, ബ്രേക്ക് ഈവൻ പോയിൻ്റ് കുറവാണ്. 12,50,000 ബ്രേക്ക് ഈവൻ എത്തും. സോ ആ 15 lakh വരെ M1 കുറച്ച് പ്രോഫിറ്റ് കൊണ്ടുവരും. പക്ഷേ M2 ആണെങ്കിലോ, M2 പ്രോഫിറ്റ് കൊണ്ടുവരാൻ തുടങ്ങുന്നതേ 16 lakh കഴിഞ്ഞിട്ടാണ്. സോ ഏത് പോയിന്റിലാണ് സ്യൂട്ടബിൾ എന്ന് ചോദിച്ചാൽ M1 ആണ് 15 lakh വരെ സ്യൂട്ടബിൾ, അത് കഴിഞ്ഞിട്ട് M2 ആണ് ബെറ്റർ. ഫോർ സെയിൽസ് ബിലോ 15 lakh M1 ഈസ് ബെറ്റർ ആസ് ഇറ്റ് ഹാവ് ലോ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ലോ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. എബവ് ദാറ്റ് M2 ഈസ് ബെറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻഡിഫറൻസ് പോയിൻറ്റിൻ്റെ താഴെ, ഇപ്പോൾ 15 lakh ഇൻഡിഫറൻസ് പോയിൻ്റ് ആണെങ്കിൽ അതിലും താഴെ വരുന്ന സെയിൽസിന് ഫിക്സഡ് കോസ്റ്റ് കുറവുള്ള മെത്തേഡായിരിക്കും സ്യൂട്ടബിൾ. അതിന് മുകളിലുള്ള സെയിൽസിന് ഫിക്സഡ് കോസ്റ്റ് കൂടുതലുള്ള അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിൻ്റ് കൂടുതലുള്ള മെത്തേഡായിരിക്കും നല്ലത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.